പിതാവായ ദൈവത്തിൻ്റെ അതിവാത്സല്യമായ സ്നേഹവും കരുണയും നമ്മളോടെല്ലാവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻസിലേക്ക് കിട്ടിയ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. എന്നാൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എൻ്റെ വചനം നീ കാത്തു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക. വിജയം വരിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ ഒരു സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോകുകയില്ല. അവൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ നാമവും ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവിൻ്റെ വചനം. ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ വചനം എന്താണ് നമ്മളോട് പറയുന്നത്? ഈ വചനം പറയുന്നത് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിൽക്കുന്നവനാണ് ദൈവം പരദീസ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം നാം മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്താൽ സ്വർഗവും സ്വർഗവും തുറന്ന് നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ നാമം മുറുകെ പിടിക്കുമ്പോഴാണ് യേശുവിൽ നിന്ന് നമുക്ക് എല്ലാ നന്മകളും കിട്ടുന്നത്. അങ്ങനെ നമുക്ക് യേശുവിനെ മുറുകെ പിടിക്കാം, യേശുവിൻ്റെ മക്കളായി ജീവിക്കാം. യേശുവിൻ്റെ അതിവാത്സല്യം എല്ലാ മക്കളുടെ മേലും ഒഴുക്കട്ടെ. ദൈവത്തെ അറിയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് മറ്റുള്ള മക്കൾക്കായും പകർന്നു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കുക. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. കർത്താവിനെ പ്രഘോഷിക്കുന്നവൻ കർത്താവിൻ്റെ എല്ലാമാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാം, ദൈവത്തോടൊപ്പം ആയിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യഹരം എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളുടെ മേലും ഇരിക്കുമാറാകട്ടെ. പിതാവേ, അവരുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങ് മതിയായവനായി നിന്ന് അവർക്ക് വേണ്ടതെല്ലാം നൽകണമേ. പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ പ്രിയപ്പെട്ട എല്ലാവരുടെ മേൽ, വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.